സെഗ്മെന്റിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ജീപ്പ് ഇറക്കിയ അവരുടെ ഓൾ ടൈം ഹിറ്റാണ് ജീപ്പ് കോമ്പസ്. ജീപ്പിന്റെ 2021 എഡിഷനിൽ അവർ ഇന്റീരിയർ, എക്സ്റ്റീരിയർ അതുപോലെ തന്നെ എഞ്ചിനിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. കോമ്പസ് 2021 ലിമിറ്റഡ് ഓട്ടോമാറ്റിക്കിന്റെ റിവ്യൂ അറിയാൻ കാണുക ഡ്രീം ഡ്രൈവ്. ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും ഡ്രീം ഡ്രൈവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് 2021 ജീപ്പ് കോമ്പസ് ആണ്. (2017) ആദ്യമായിട്ട് കോമ്പസ് എന്ന വാഹനം ജീപ്പ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അവതരിപ്പിക്കുന്നത്. ഒരു പക്ഷേ കോമ്പസ് എന്ന വാഹനമായിരിക്കും ജീപ്പ് എന്ന ബ്രാൻഡ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇത്രയും അധികം പോപ്പുലർ ആവാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ജീപ്പിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള രണ്ട് SUVs ആണ് വ്രാംഗ്ലറും അതേപോലെ ഗ്രാൻഡ് ചെറോക്കിയും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ രണ്ട് വാഹനങ്ങളും അല്ലെങ്കിൽ രണ്ട് SUVസും വളരെ പ്രീമിയം ആയിട്ടുള്ള വാഹനമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്രൈസ് ഉള്ള രണ്ട് ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ള SUVs ആണ്. കോമ്പസ് വന്നതോടുകൂടിയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ജീപ്പ് എന്ന് പറയുന്ന ബ്രാൻഡ് കുറച്ചും കൂടെ അധികം പോപ്പുലർ ആയത്. അപ്പോൾ 2017 2021 വരുമ്പം ഒരുപാട് അധികം അപ്ഡേറ്റ്സ് ഒന്നും വന്നില്ല. കുറേ അധികം കോസ്മെറ്റിക് ആയിട്ടുള്ള ചേഞ്ചസും എഞ്ചിനിൽ കുറേ റീട്യൂണിങ്ങും കാര്യങ്ങളാണ് ബേസിക്കലി ഈ ഒരു വാഹനത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ കോമ്പസിന് ബേസിക്കലി 2021 എഡിഷന് 4 മേജർ ട്രിംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഏറ്റവും അധികം വാല്യൂ ഫോർ മണി എന്ന് കരുതപ്പെടുന്ന ലിമിറ്റഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നത്. അതേപോലെ കോമ്പസിന് 2 എൻജിൻ ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 1.4 മൾട്ടി എയർ ടർബോ പെട്രോളും 2 ലിറ്റർ മൾട്ടിജെറ്റ് ഡീസലും. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂവിന് എടുത്തിരിക്കുന്നത് പെട്രോൾ മോട്ടറാണ്. 1.4 മൾട്ടി എയർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വേരിയൻ്റ് ആണ് നമ്മൾ ഇന്ന് റിവ്യൂവിന് എടുത്തിരിക്കുന്നത്. ഏറ്റവും അധികം റിഫൈൻഡ് ആയിട്ടുള്ള ഒരു മോട്ടറും കൂടെയാണ് ഈ ഒരു 1.4 മൾട്ടി എയർ എൻജിൻ എന്ന് പറയുന്നത്. അപ്പം NVH ലെവൽസ് എല്ലാം വളരെ നല്ല രീതിയിൽ കമ്പോസ്ഡ് ആണ്, കൺട്രോൾഡ് ആണ്. നമ്മൾ ഈ ഒരു വാഹനത്തിൽ വലിയ ഡീസൽ ക്ലാറ്ററോ കാര്യങ്ങളൊന്നും നമുക്ക് ഡീസലിൽ വരുന്ന പോലെ പെട്രോൾ ഒരു രീതിയിലുള്ള നോയ്സോ കാര്യങ്ങളോ വൈബ്രേഷൻ ഒന്നും വരുന്നില്ല. വളരെ പീസ്ഫുൾ ആയിട്ടൊരു ക്യാബിൻ ഓഫർ ചെയ്യുന്ന ഒരു മോട്ടറാണ് 1.4 മൾട്ടി എയർ പെട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഫേഷ്യ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ മെയിൻലി ഈ ഒരു വാഹനം കമ്പയർ ചെയ്യുന്നത് കോമ്പസിൻ്റെ തന്നെ ടോപ്പ് ഓഫ് ദ ലൈൻ ആയിട്ടുള്ള മോഡൽ S ആയിട്ടാണ്. അപ്പോൾ മോഡൽ എസും ലിമിറ്റഡും തമ്മിൽ കുറേ അധികം കോസ്മെറ്റിക് ചേഞ്ചസും കുറച്ചധികം ഫീച്ചേഴ്സിലെ വ്യത്യാസമാണ് വരുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് ഫേഷ്യയിൽ ആദ്യമേ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ഈ ഒരു 7 സ്ലാറ്റ് ഗ്രില്ലാണ്. ജീപ്പിൻ്റെ സിഗ്നേച്ചർ ആയിട്ടുള്ള 7 സ്ലാറ്റ് ഗ്രില്ല് തന്നെയാണ് നമുക്ക് ഈവൻ കോമ്പസിൽ വന്നിരിക്കുന്നത്. അതിന് ചുറ്റും നമുക്ക് ചെറിയൊരു ക്രോം ഇൻസേർട്ട് കാണാൻ സാധിക്കും. ഫുൾ ഓപ്ഷൻ അല്ലെങ്കിൽ ടോപ്പ് ഓഫ് ദ ലൈൻ ആയിട്ടുള്ള മോഡൽ എസിലേക്ക് വരുമ്പം ഒരു ഗൺമെറ്റൽ ഫിനിഷിലാണ് നമുക്ക് ഈ ഒരു സ്പോക്സ് വന്നിരിക്കുന്നത്. ബേസിക്കലി ഈ ഒരു ഗ്രില്ല് ആക്ച്വലി ക്ലോസ്ഡ് ആണ്. ഗ്രില്ലെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ക്ലോസ്ഡ് ആയിട്ടുള്ള ഗ്രില്ലാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതേപോലെ മോഡൽ എസിലേക്ക് വരുമ്പോൾ നമുക്ക് 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയും കൂടെ ജീപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലിമിറ്റഡിൽ നമുക്ക് റിയർ പാർക്കിംഗ് ക്യാമറ മാത്രമേ വരുന്നുള്ളൂ. ഇത് ഓൾദോ ഈ ഒരു ഗ്രില്ല് ക്ലോസ്ഡ് ആണെങ്കിൽ പോലും എയർ ഇൻടേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടി നമുക്ക് ഈ ലൈസൻസ് ബോർഡിന് മുകളിലും താഴെയായിട്ടും നല്ലൊരു എയർ ഇൻടേക്കിനുള്ള വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ശരിക്കും ഒരു രീതിയിലും എഞ്ചിൻ വളരെ കൂൾഡും കമ്പോസ്ഡ് ആയിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ ജീപ്പ് ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഈ ഗ്രില്ലിന് തൊട്ട് മേളായിട്ട് ഹുഡിൻ്റെ മേളിൽ ജീപ്പിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതൊരു ക്രോം ഫിനിഷിലാണ്. മോഡൽ എസിലേക്ക് വരുമ്പോൾ അതും ഒരു ഗൺ മെറ്റൽ ഗ്രേ ഫിനിഷിലാണ് വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഹെഡ് ലാമ്പിലേക്ക് വരാം. ഹെഡ് ലാമ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ലിമിറ്റഡിൽ വന്നിരിക്കുന്ന ഒരു റിഫ്ലക്ടർ LED ഹെഡ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് ഓഫ് ദ ലൈൻ ആയിട്ടുള്ള എസിലേക്ക് വരുമ്പോൾ പ്രൊജക്ടർ LED ആണ്. അത്യാവശ്യം നല്ലൊരു ത്രോ നൽകുന്ന ഒരു യൂണിറ്റ് തന്നെയാണ് ജീപ്പ് നമുക്ക് ഈവൻ ലിമിറ്റഡിലും കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മേളിലായിട്ട് നമുക്ക് LED DRL കാണാൻ സാധിക്കും. ഹാലജൻ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് തൊട്ട് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ബമ്പറിൽ നമുക്കൊരു പ്രൊജക്ടർ LED ഫോഗ് ലാമ്പാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ ഒരു ചെറിയ ഫോഗ് ലാമ്പ് യൂണിറ്റ് ആയിട്ട് തോന്നുമെങ്കിലും അത്യാവശ്യം നല്ലൊരു ത്രോ നൽകുന്ന യൂണിറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബമ്പേഴ്സിൻ്റെ ലോവർ ഹാഫിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു അപ്രോച്ച് ആംഗിൾ വരുന്ന അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയൊരു സിൽവർ പോർഷൻ കാണാൻ സാധിക്കും. കുറച്ചും കൂടി ഒരു സ്പോർട്ടി ലുക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രീമിയംനെസ് ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു ഫാക്ടറാണ്. പക്ഷേ നമ്മൾ മോഡൽ എസിലേക്ക് വരുമ്പം നമുക്ക് ബോഡി കളേർഡാണ്. മൊത്തം ക്ലാഡിംഗ് ആയാലും ബമ്പറുടെ ലോവർ ഹാഫ് എല്ലാം ബോഡി കളേർഡാണ് വരുന്നത്. പക്ഷേ ലിമിറ്റഡിൽ നമുക്ക് ഈ ഒരു ലോവർ ഹാഫ് ബ്ലാക്ക് ഒരു ഫിനിഷിലാണ് വരുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി റഗിഡ് ലുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അല്ലാണ്ട് മാറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും എന്താ പറയുക, കുറേ അധികം കോസ്മെറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് 2017 2021 വരുമ്പം മേജറായിട്ട് വന്നിട്ടുള്ളത്. ഹുഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കൂപ്ഡ് ഔട്ട് ആയിട്ടുള്ള 2 ക്രീസസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഹൈറ്റുള്ള രീതിയിലാണ് ഒരു ബോണറ്റിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കാർ ഓടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് നല്ലൊരു റേസ്ഡ് ആയിട്ടുള്ള പൊസിഷനാണ് ഓഫർ ചെയ്യുന്നത്. അതേപോലെ നമുക്ക് എക്സ്പോസ്ഡ് ആയിട്ടുള്ള 2 വിൻസ്ക്രീൻ വാഷർ ജെറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ഹൈഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ കാണാൻ ഭംഗി ഉണ്ടായിരുന്നേനെ. അതേപോലെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ വൈപ്പർ ഒരു രീതിയിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ ആ ഒരു ഫ്രെയിമിനുള്ളിൽ തന്നെ ഇൻടാക്റ്റ് ആയിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു ബൾക്കി മസ്കുലർ ആയിട്ടുള്ള ലുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഫ്രണ്ട് ഫേഷ്യ ഈ ഒരു വാഹനത്തിൻ്റെ ജീപ്പ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇനി കോമ്പസിൻ്റെ എഞ്ചിൻ ബേ ഒന്ന് തുറന്നു നോക്കാം.
കോമ്പസിൻ്റെ എഞ്ചിൻ ബേയിലേക്ക് വരുമ്പോൾ നല്ല വെൽ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ബേ ആണ് കോമ്പസിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് 1.4 മൾട്ടി എയർ ടർബോ പെട്രോൾ ആണെന്നുള്ളത്. അത്യാവശ്യം നല്ല നോയ്സ് ഉള്ള ഒരു മോട്ടോർ തന്നെ ആണെങ്കിൽ പോലും നമുക്ക് ക്യാബിനിൽ ഒരു രീതിയിലും ഒരു ശല്യം അല്ലെങ്കിൽ നോയ്സ് വരാത്ത രീതിയിലാണ് ഈ ഒരു ഇൻസുലേഷനും കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് 1.4 ലിറ്റർ മൾട്ടി എയർ ഓട്ടോമാറ്റിക് ആണ്. 7 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് നമുക്ക് പെട്രോളിൽ വന്നിരിക്കുന്നത്. അതേപോലെ ഡീസലിലേക്ക് വരുമ്പോൾ നമുക്ക് 9 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അത്യാവശ്യം വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു മോട്ടറാണ് BS6 എത്തിയപ്പം സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും നല്ല കമ്പോസ്ഡ് ആയിട്ടുള്ള വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു മോട്ടറാണ് പുതിയ നമുക്ക് കോമ്പസിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ക്യാബിൻ ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കാണാനും അത്യാവശ്യം നല്ല ഭംഗിയോടുകൂടി തന്നെയാണ്. ജീപ്പ് ആ ഒരു ബ്രാൻഡിൻ്റെ സ്റ്റാൻഡേർഡ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്താണ് ഈ ഒരു വാഹനത്തിന് ഏതൊരു പാർട്ട് അല്ലെങ്കിൽ ഏതൊരു കോമ്പണൻ്റ് ആയാലും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2021 ജീപ്പ് കോമ്പസിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പം 2017 വെച്ച് കമ്പയർ ചെയ്യുമ്പം മേജറായിട്ട് വലിയ ചേഞ്ചസ് ഒന്നും നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഫീൽ ചെയ്യില്ല. എന്നാൽ കുറേ അധികം കോസ്മെറ്റിക് ആയിട്ടുള്ള ബിറ്റ്സ് ഈ ഒരു വാഹനത്തിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്ന സൈഡ് പ്രൊഫൈലിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു അലോയ് വീൽ തന്നെയാണ്. നമുക്ക് 18 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് പുതിയ കോമ്പസിൽ കൊടുത്തിരിക്കുന്നത്. അതൊരു ഡ്യുവൽ ടോൺ കോമ്പോയിൽ വരുമ്പോൾ കാണാൻ വളരെയധികം സ്പോട്ടി ആയിട്ടുള്ളൊരു ഫീൽ ഓഫർ ചെയ്യുന്നുണ്ട്. നമുക്ക് ടോപ്പ് ഓഫ് ദ ലൈൻ ആയിട്ടുള്ള മോഡൽ എസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു സിംഗിൾ ടോൺ ഒരു ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു അലോയും അവൈലബിൾ ആണ്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ ഒരു അലോയ് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഡ്യുവൽ ടോൺ കോമ്പോ കൂടെ വരുമ്പോൾ ശരിക്കും വളരെ പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു അലോയുടെ ഡിസൈൻ വന്നിരിക്കുന്നത്. അതേപോലെ 18 ഇഞ്ചും കൂടെ വരുമ്പം അത്യാവശ്യം നല്ലൊരു റോഡ് ഗ്രിപ്പും നല്ലൊരു ഡ്രൈവ് കംഫർട്ട് ഓഫർ ചെയ്യുന്ന രീതിയിൽ തന്നെ ടയേഴ്സും ഡിസൈൻ ചെയ്യാൻ ജീപ്പിന് സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ ഒരു വാഹനത്തിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 4403 mm ആണ് ടോട്ടൽ ലെങ്ത്ത് വരുന്നത്. കോമ്പസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് അപ്പിയറൻസിൽ അല്ലെങ്കിൽ ലുക്കിൽ കുറച്ച് ചെറുതായിട്ട് നമുക്ക് പെട്ടെന്ന് തോന്നാം. പക്ഷേ അങ്ങനെയല്ല, ശരിക്കും ബൾക്കി ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ജീപ്പ് കോമ്പസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഗ്ലാസ് ഏരിയയിലേക്ക് വരുമ്പം ഒരു രീതിയിലും ക്ലസ്ട്രോഫോബ് ഫീൽ തോന്നാത്ത രീതിയിൽ തന്നെ കോമ്പസിൻ്റെ ഗ്ലാസ് ഏരിയ ഡിസൈൻ ചെയ്യാൻ ജീപ്പിന് സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്ന ഈ ഒരു ലിമിറ്റഡ് എന്ന് പറയുന്ന ലിമിറ്റഡിൽ നമുക്ക് ഇൻറ്റീരിയർ വന്നിരിക്കുന്ന ഒരു വൈറ്റും ടാനും ഒരു കോംബോ ഫിനിഷിലാണ് ഇൻറ്റീരിയർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന രീതിയിൽ തന്നെ ഇൻറ്റീരിയർ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. മോഡൽ എസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഇൻറ്റീരിയർ ടോട്ടൽ ബ്ലാക്ക് ആണ്, ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഉള്ളിലോട്ട് പോകുമ്പോൾ പറയാം. അപ്പോൾ ഗ്ലാസ് ഏരിയ സഫീഷ്യൻറ്റ് തന്നെയാണ്. നമുക്ക് ലാസ്റ്റ് ഒരു കോട്ടോ ഗ്ലാസും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് റൂഫ് റെയിൽസ് കാണാൻ സാധിക്കും. റൂഫ് റെയിലിൽ നമുക്ക് ഒരു പ്രീമിയംനെസ്സിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ക്രോം ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ വരുമ്പോൾ അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ട് തന്നെ ആ ഒരു റൂഫ് റെയിലും ആ ഒരു പോർഷനും കവർ ചെയ്യാൻ ജീപ്പിന് സാധിച്ചിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ ആക്സസറി ആയിട്ട് ക്രോസ് ബാർ ജീപ്പിൽ നിന്ന് വാങ്ങാൻ സാധിക്കുന്നതാണ്. അത് യൂസ് ചെയ്ത് നമുക്ക് കാരിയറോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ മൗണ്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ നമുക്ക് സൈഡ് പ്രൊഫൈൽ ഈ ഒരു വിൻഡോ ലൈൻ കാണാൻ സാധിക്കും. ഈ ഒരു വിൻഡോ ലൈൻ നമുക്ക് ലിമിറ്റഡിൽ ക്രോം ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ലിമിറ്റഡും അതേപോലെ മോഡൽ എസും തമ്മിൽ മറ്റൊരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരുവിധം എല്ലാ ക്രോം ബിറ്റ്സും നമ്മൾ ലിമിറ്റഡിൽ കാണുന്ന ഒരുവിധം എല്ലാ ക്രോം ബിറ്റ്സും നമുക്ക് മോഡൽ എസിലേക്ക് ഒരു ഡീക്രോം ചെയ്യപ്പെട്ട രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അതൊരു പ്ലെയിൻ ബ്ലാക്ക് ഫിനിഷ് അല്ലെങ്കിൽ ഒരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിലല്ല കൊടുത്തിരിക്കുന്നത്. മെയിൻലി ഒരു ഗൺ മെറ്റൽ ഗ്രേ ഫിനിഷിലാണ് മോഡൽ എസിലേക്ക് വരുമ്പോൾ വരുന്നത്. അപ്പം ഈ ഒരു മോഡലിൽ നമുക്ക് ഈ ഒരു ക്രോം ഫിനിഷ് ശരിക്കും കുറച്ചുകൂടെ പ്രീമിയം ഫീലാണ്. സ്പോർട്ടി ഫീലിനുപരി കുറച്ചുകൂടെ പ്രീമിയം ഫീലാണ് ഈ ഒരു നമുക്ക് ഈ ഒരു ഓൾ സൈഡ് ഈ ഒരു ക്രോം ലൈനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ബി പില്ലേഴ്സിലേക്ക് വരുമ്പോൾ ഒരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിലാണ് ബി പില്ലർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ORVMലേക്ക് വരുമ്പോൾ അതിൽ തന്നെ നമുക്ക് LED ടേൺ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബോഡി കളർഡ് ആയിട്ടുള്ള ഒരു ORVM തന്നെയാണ് നമുക്ക് ഈ ഒരു ലിമിറ്റഡ് ഓപ്ഷനിൽ വരുന്നത്. അതുകൂടാതെ കുറച്ചും കൂടെ ഒരു ബൾക്കി ഫീൽ അല്ലെങ്കിൽ ബോൾഡ്നെസ് കുറച്ചുകൂടെ വർദ്ധിപ്പിക്കാൻ നമുക്ക് വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ഷോൾഡർ ലൈൻ ഈ ഒരു വാഹനത്തിൽ കാണാൻ സാധിക്കും. അത് ഫ്രണ്ട് ആ ഫെൻഡറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ബാക്ക് ടെയിൽ ലാമ്പിലേക്ക് വന്ന് നിൽക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഫ്രണ്ട് 2 ഡോറുകളിലും നമുക്ക് റിക്വസ്റ്റ് സെൻസർ ജീപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കീലെസ് എൻട്രി നമുക്ക് അനായാസമായിട്ട് ഈ ഒരു വാഹനത്തിൽ കയറാനും ഇറങ്ങാനും സാധിക്കുന്നതാണ്. ഫ്രണ്ട് ഡോറിലായിട്ട് തന്നെ നമുക്ക് കോമ്പസിൻ്റെ ഒരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. അതിന് ചുറ്റും ചെറിയൊരു ക്രോം എലമെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ലോവർ ഹാഫിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ബോഡി ക്ലാഡിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മോഡൽ എസ്സിൽ ഞാൻ ഫ്രണ്ടിൽ വെച്ച് പറഞ്ഞ പോലെ തന്നെ അതെല്ലാം ബോഡി കളർഡ് ആയിരിക്കും. നമുക്ക് ലിമിറ്റഡിൽ വരുമ്പോഴാണ് ഈ ഒരു ബ്ലാക്ക് ഫിനിഷിൽ വരുന്നത്. കുറച്ചുകൂടി ഒരു റഗിഡ് ലുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഈ ഒരു വാഹനത്തിന് അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഓഫർ ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണ് ജീപ്പ് കോമ്പസ്. ഏകദേശം 208 mm ആണ് ടോട്ടൽ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം ചെറിയ ഓഫ് റോഡിംഗ് ഒക്കെ നമുക്ക് ഈ ഒരു വാഹനം ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ലിമിറ്റഡിലും അതേപോലെ മോഡൽ എസിലും 4 വീൽ ഡ്രൈവ് ഓപ്ഷൻസും അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ഇന്ന് റിവ്യൂവിന് എടുത്തിരിക്കുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് 4 വീൽ വേരിയൻ്റ് അല്ല. പക്ഷേ നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക്കിൽ 4 വീൽ ഡ്രൈവിൻ്റെ ഒരു ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് 2021 ജീപ്പ് കോമ്പസിൻ്റെ സൈഡ് പ്രൊഫൈലിലെ വിശേഷങ്ങൾ.
2021 അപ്ഡേറ്റഡ് കോമ്പസിന് റിയർ എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് നേരത്തെ ഞാൻ സൈഡിൽ പറഞ്ഞ സെയിം സിറ്റുവേഷൻ തന്നെ നമുക്ക് പെട്ടെന്ന് പുതിയ മാറ്റങ്ങളൊന്നും ഫിഗർ ഔട്ട് ചെയ്യാൻ സാധിക്കില്ല. എന്നാലും ഒരുപാടധികം കോസ്മെറ്റിക് ആയിട്ടുള്ള ബിറ്റ്സ് ഈ ഒരു റിയർ എൻഡിലും വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യമേ ഈ ഒരു ടെയിൽ ലാമ്പ് പെട്ടെന്ന് കാണുമ്പോൾ പഴയ ടെയിൽ ലാമ്പായിട്ട് തോന്നാം. പക്ഷേ എന്നാലും ടെയിൽ ലാമ്പിൽ ചെറിയ റീവർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു LED ട്യൂബാണ് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഒരു LED യൂണിറ്റ് ആണെങ്കിലും നമ്മൾ സാധാരണ ഏതൊരു വാഹനവും റിവ്യൂ ചെയ്യുമ്പോൾ പറയുന്ന ചെറിയൊരു പോരായ്മയാണ് നമ്മളുടെ ഇൻഡിക്കേറ്റർ ലാമ്പും റിവേഴ്സ് ലാമ്പും അൺഫോർച്ചുനേറ്റ്ലി ഇതിലും ഹാലജൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അധികവും നമ്മൾ സാധാരണ മിക്ക വാഹനങ്ങളും അങ്ങനെ തന്നെയാണ് കാണാറ്. വളരെ ചുരുക്കം ചില പ്രീമിയം കാസിൽ മാത്രമാണ് ടോട്ടൽ LED യൂണിറ്റ് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇവിടെ LED യൂണിറ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻഡിക്കേറ്ററും റിവേഴ്സ് ലാമ്പും ഹാലജൻ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ലൈസൻസ് ബോണ്ട് ഏരിയ വന്നിരിക്കുന്നത്. ലൈസൻസ് ബോണ്ട് 2 ലാമ്പും LED തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് കുറച്ചും കൂടി ഒരു പ്രീമിയംനെസ് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതിന് തൊട്ട് മേളായിട്ട് ജീപ്പിൻ്റെ ലോഗോ കാണാൻ സാധിക്കും. അത് ക്രോം ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ മോഡൽ എസിലേക്ക് വരുമ്പം അതൊരു ഗൺ മെറ്റൽ ഗ്രേ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ സൈഡിൽ പറഞ്ഞ ആ ഒരു സെയിം ക്രോം ലൈനിങ് നമുക്ക് കാണാൻ സാധിക്കും. അത് വണ്ടിയെ മൊത്തം സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു ക്രോം ലൈനിങ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റിയർ ഗ്ലാസ്സിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ലൈറ്റ് ഔട്ട്പുട്ട് ഇൻറ്റീരിയറിലേക്ക് നൽകുന്നു. അതേപോലെ ഡ്രൈവറും നല്ലൊരു റിയർ വിസിബിലിറ്റി നൽകുന്ന രീതിയിൽ തന്നെയാണ് ഗ്ലാസിൻ്റെ റേഷ്യോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ നമുക്ക് വൈപ്പറും അതേപോലെ ഡീഫോഗറും ഈ ഒരു മോഡലിൽ നമുക്ക് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്പോയറിനുള്ളിലായിട്ട് തന്നെ നമുക്ക് വാഷർ ജെറ്റിൻ്റെ ഫ്ലൂയിഡിൻ്റെ വാഷർ ജെറ്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഹൈ റേസ്ഡ് ആയിട്ട് സ്റ്റോപ്പ് ലാമ്പും നമുക്ക് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ആ ഒരു സ്പോയിലറിനുള്ളിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റിന ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ബോഡി കളറല്ല, ഒരു നോർമൽ ഫൈബർ ഫിനിഷിലാണ് ഷാർക്ക് ഫിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നത്. അതേപോലെ നമ്മൾ നേരത്തെ കോമ്പസിൽ കണ്ടുവന്നിരുന്ന ഒരു ഈസ്റ്റർ എഗ് ഇപ്പോഴും നമുക്ക് പുതിയ കോമ്പസിലും കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രാഗണിൻ്റെ ഈസ്റ്റർ എഗ് നമുക്ക് ഈ ഒരു ഗ്ലാസിനുള്ളിലായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ നല്ല വിസിബിലിറ്റി നൽകുന്ന ഒരു ഗ്ലാസ് ഏരിയ തന്നെയാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിന് നമുക്കിപ്പം ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു സെൻസറിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ചെറിയൊരു അലാം സൗണ്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു നമുക്ക് ബൂട്ട് തുറക്കുന്നതാണ്. അപ്പോൾ അത് ഒരു എടുത്ത് പറയേണ്ട ഫാക്ടറാണ്. കാര്യം അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഹുഡ് തന്നെയാണ്, ബൂട്ടാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം അത് പവർ ടെയിൽ ഗേറ്റ് കൊടുത്ത് എന്തുകൊണ്ടും എടുത്ത് പറയേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. അടുത്ത സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് 438 ലിറ്ററിൻ്റെ ബൂട്ട് ക്യാരിങ് കപ്പാസിറ്റിയാണ് കോമ്പസ് ഓഫർ ചെയ്യുന്നത്. അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ സാധനം ലോഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ തന്നെ ഈ ഒരു ബൂട്ട് ഏരിയ ഡിസൈൻ ചെയ്യാൻ നമ്മളുടെ ജീപ്പിന് സാധിച്ചിട്ടുണ്ട്. 60-40 റേഷ്യോയിൽ 2 സീറ്റുകളും കൂടെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പാസഞ്ചേഴ്സിൻ്റെ ഒരു നമുക്ക് എണ്ണം അനുസരിച്ച് നമുക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൂടുതൽ സാധനങ്ങൾ ഈ ഒരു വാഹനത്തിനുള്ളിലേക്ക് സ്റ്റഫ് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ നമുക്ക് ഈ ക്യാബിൻ്റെ അകത്ത് 2 ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം രാത്രിയിലത്തെ വിസിബിലിറ്റി എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അത് എൻഹാൻസ് ചെയ്യാൻ ആ ഒരു ലാമ്പുകൾ സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ബാക്കിൽ സബ് വൂഫറും കൂടെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്ന അത്യാവശ്യം നല്ലൊരു ഓഡിയോ ഔട്ട്പുട്ട് നൽകുന്ന ഒരു മ്യൂസിക് സിസ്റ്റമാണ് നമുക്ക് കോമ്പസിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമുക്ക് ഈ ഒരു ബൂട്ടിൻ്റെ അകത്തായിട്ട് തന്നെ നമുക്ക് സബ് വൂഫർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മാറ്റ് ഉയർത്തി കഴിഞ്ഞാൽ നമുക്ക് അതിന് അടിയിലായിട്ട് തന്നെ കോസ്റ്റ് സേവർ ആയിട്ടുള്ള സ്പെയർ വീലാണ് കൊടുത്തിരിക്കുന്നത്. കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇപ്പം മിക്ക വാഹനങ്ങളിലും നമുക്ക് അലോയ് വീൽസ് അല്ല കൊടുക്കാറ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയും നമുക്ക് കോസ്റ്റ് സേവർ ആയിട്ടുള്ള സ്പെയർ വീലാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ബൂട്ടിനുള്ളിൽ തന്നെ ഒരുപാടധികം ചെറിയ കമ്പാർട്ട്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ട് അതിൽ തന്നെ നമുക്ക് ചെറിയ സാധനങ്ങൾ സ്റ്റഫ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് യൂട്ടിലിറ്റി കമ്പാർട്ട്മെൻറ്റ്സ് ഈ ഒരു വാഹനത്തിനായിട്ട് ജീപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല നമുക്ക് 2-3 ഹുക്സും ഈ ഒരു ക്യാബിനുള്ളിൽ തന്നെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കെട്ടിവെക്കാനാണെങ്കിൽ പോലും അനായാസമായിട്ട് അത് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഫാക്ടറാണ്. അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ടെയിൽ ഗേറ്റ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കലി പവർഡ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടൺ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അനായാസമായിട്ട് തന്നെ അലാമിംഗ് സൗണ്ടോടുകൂടി ഈ ഒരു ടെയിൽ ഗേറ്റ് വീണ്ടും ക്ലോസ് ആവുന്നതാണ്. അപ്പം ഈ ഒരു 2021 അപ്ഡേറ്റിലെ വൺ ഓഫ് ദ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഇലക്ട്രിക്കലി പവർ ടെയിൽ ഗേറ്റ് തന്നെയാണ്. ബമ്പറിൻ്റെ ലോ ഹാഫിലേക്ക് വരുമ്പോൾ നമ്മൾ ഫ്രണ്ടിലും സൈഡിലും പറഞ്ഞ സെയിം ആ ഒരു ക്ലാഡിങ്ങിൻ്റെ എക്സ്റ്റൻഷൻ ഈ ഒരു ഭാഗത്തും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ലിമിറ്റഡ് ആണ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പോർഷൻ ഒരു നോർമൽ ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. അത് കാണാൻ അത്യാവശ്യം റഗ്ഗഡായിട്ടുള്ള ലുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് ഇവിടെ ചെറിയൊരു ഹണികോംബ് മെഷ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇത് ഫേക്ക് ആയിട്ടുള്ള എയർ വെൻസ് ആണ്, ശരിക്കും എയർ വെൻ്റ് അല്ല, ജസ്റ്റ് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. റിയർ പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ 2 റിയർ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഹനം ആക്ച്വലി അത്യാവശ്യം നല്ലൊരു ഡിപ്പാർച്ചർ ആംഗിൾ ഓഫർ ചെയ്യുന്ന വാഹനമാണ്. ട്രയൽ ഹോക്ക് സീരീസിൽ വരുന്ന ഒരു വാഹനം അല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു ഡിപ്പാർച്ചർ ആംഗിൾ ഓഫർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കോമ്പസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് സിംഗിൾ ടിപ്പ് എക്സോസ്റ്റ് ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഫേക്ക് എക്സോസ്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഡ്യുവൽ ടിപ്പ് എക്സോസ്റ്റോ ഒന്നും കൊടുത്തിട്ടില്ല. ഒരു സിംഗിൾ ടിപ്പ് എക്സോസ്റ്റ് മാത്രമേ നമുക്ക് 2021 കോമ്പസിൽ വരുന്നുള്ളൂ.
2021 ജീപ്പ് കോമ്പസിൻ്റെ ലിമിറ്റഡിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ പ്രീമിയം ആയിട്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ മെയിൻ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഡൽ എസ്സിലും ലിമിറ്റഡിലും ഇൻറ്റീരിയറിൽ വരുന്ന ഒരു മെയിൻ ഡിഫറൻസ് നമ്മൾ നേരത്തെ പുറത്ത് വെച്ച് പറഞ്ഞിരുന്നു. നമുക്ക് മോഡൽ എസ്സിൽ ഓൾ ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് ആണ് വരുന്നത്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരു വൈറ്റും അതേപോലെ ടാൻ ഫിനിഷിലൊരു കോമ്പോയിലാണ് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്പെസിഫിക് ആയിട്ട് ഇത് ശരിക്കും ഒരു ഗ്രേ ഷെയ്ഡാണ്, ഗ്രേ ബ്രൗൺ കോംബോ എന്നാണ് ശരിക്കും ജീപ്പ് ഈ ഒരു കളർ ഷെയ്ഡിനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ നമുക്കൊരു ടാനും വൈറ്റ് ഫിനിഷാണ് ഏകദേശം വരുന്നത്. നമ്മൾ ഇന്ത്യൻ ക്ലൈമറ്റിക് കണ്ടീഷൻ അനുസരിച്ച് നോക്കുമ്പോൾ കുറച്ചധികം പെട്ടെന്ന് ഡസ്റ്റ് അല്ലെങ്കിൽ അഴുക്കാവാൻ സാധ്യത, അത് മാത്രമാണ് ചെറിയൊരു ഡ്രോബാക്ക് വരുന്നത്. അതല്ല എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി നിർത്തുകയാണെങ്കിൽ ശരിക്കും വളരെ നമുക്ക് പ്രീമിയമായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു വൈറ്റും ഈ ഒരു ബ്രൗൺ കോംബോ വരുമ്പോൾ ശരിക്കും ഈ ഒരു ഇൻറ്റീരിയറിൽ ഫീൽ ചെയ്യുന്നത്. അതിപ്പോൾ നമുക്ക് ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഷെയ്ഡായിട്ടാണ് ഡാഷ്ബോർഡിൻ്റെ ഡിവിഷൻ വന്നിരിക്കുന്നത്. കാര്യം നമുക്ക് ഒരു ടോപ്പ് മോസ്റ്റ് നമുക്കൊരു ഏരിയ വരുന്നത് ഒരു ലെതർ റാപ്പിങ്ങോട് കൂടി ഒരു ബ്ലാക്ക് ലെതറിൽ ഒരു ഡ്യുവൽ സ്റ്റിച്ചിങ്ങോട് കൂടിയാണ് നമുക്ക് ടോപ്പ് പോർഷൻ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് നടുക്കായിട്ട് ആ ഒരു ടാൻ ഫിനിഷ് അല്ലെങ്കിൽ ബ്രൗൺ ഫിനിഷിൽ അതിലും ഒരു ഡ്യുവൽ സ്റ്റിച്ചിങ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏറ്റവും താഴെയായിട്ട് ഹാർഡ് പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്തത്. അതൊരു വൈറ്റ് കളർ മെറ്റീരിയലാണ് നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക് ആയിട്ട് യൂസ് ചെയ്ത് ശരിക്കും നല്ലൊരു പോസിറ്റീവ് വൈബ് ഇൻറ്റീരിയറിൽ നൽകുന്ന ഒരു ക്യാബിൻ തന്നെയാണ് നമുക്ക് ലിമിറ്റഡിൽ വന്നിരിക്കുന്നത്. മോഡൽ എസ്സിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ സ്പോർട്ടിയാണ്, ആ ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് കോളത്തിലേക്ക് വരുമ്പം നമുക്ക് പ്രീവിയസ് അല്ലെങ്കിൽ പ്രീ ഫേസ് ലിഫ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്ന ഒരു മേജർ ചേഞ്ച് സ്റ്റിയറിംഗിലും വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഒരു സർക്കുലർ മോഷനിലായിരുന്നു നമുക്ക് നടുക്കിലത്തെ ആ ഒരു പോർഷൻ ഡിസൈൻ. ഇപ്പോൾ ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. അതിനുള്ളിൽ ജീപ്പിൻ്റെ ബ്രാൻഡിങ് വന്നിട്ടുണ്ട്. 3 സ്പോക്ക് സ്റ്റിയറിംഗ് കോളമാണ്, ലെതർ റാപ്ഡ് ആണ്, അതിൽ ഡ്യുവൽ സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ മീഡിയ കൺട്രോൾസും റൈറ്റ് സൈഡിൽ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. അതേപോലെ നമുക്ക് വോളിയൂം അതേപോലെ സ്റ്റേഷൻസ്, റേഡിയോ സ്റ്റേഷൻസ് നമുക്ക് ബ്രൗസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു എന്താ പറയുക ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അതിൻ്റെ ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ അതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ ഒരു തേർഡ് സ്പോക്കിൽ ചെറിയൊരു സിൽവർ ഫിനിഷ് വരുന്നുണ്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട വ്യത്യാസം മോഡൽ എസ്സും അതേപോലെ ലിമിറ്റഡും തമ്മിൽ അടുത്തൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. നമുക്ക് ലിമിറ്റഡിൽ വന്നിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അനലോഗും ഡിജിറ്റലിൻ്റെ ഒരു മിക്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് അനലോഗ് ആയിട്ടുള്ള ഒരു RPM മീറ്ററും അനലോഗ് ആയിട്ടുള്ള സ്പീഡോ മീറ്ററും നടുക്കായിട്ടാണ് ഒരു വലിയ MID സ്ക്രീൻ കൊടുത്തിരിക്കുന്നത്. അതിൽ ഒരുപാടധികം ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ അല്ലെങ്കിൽ ബ്രൗസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ആ ഒരു സ്ക്രീൻ നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ മോഡൽ എസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് 10.2 ഇഞ്ചിന് ഒരു വെർച്വൽ കോക്പിറ്റ്, നമ്മൾ സ്കോഡയുടെ ഒരു ടേമാണ് വെർച്വൽ കോക്പിറ്റ് എന്ന് പറയുന്നത്. ഏകദേശം ആ ഒരു ഫീൽ ലഭിക്കുന്ന ഒരു 10.2 ഇഞ്ചിൻ്റെ ഒരു LED സ്ക്രീനാണ് നമുക്ക് മോഡൽ എസ്സിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ലിമിറ്റഡിൽ വന്നിരിക്കുന്ന സ്ക്രീനായാലും അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് ഉള്ള ഒരു മീറ്റർ കൺസോൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് നടുക്കോട്ട് വരാം. നടുക്കോട്ട് വരുമ്പോൾ നമുക്ക് 10.1 ഇഞ്ചിൻ്റെ ഒരു ഫ്ലോട്ടിംഗ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വാഹനത്തിൽ. അത്യാവശ്യം നല്ല ഒരു വീഡിയോ ക്വാളിറ്റിയും അതേപോലെ നല്ലൊരു ടച്ച് റെസ്പോൺസും ഉള്ള ഒരു നമുക്ക് സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. നമുക്ക് ലിമിറ്റഡിൽ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ വരുന്നില്ല, നോർമൽ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ വരുന്നുള്ളൂ. അതിന് അഡാപ്റ്റീവായിട്ട് ഗൈഡ് ലൈൻസും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിന് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ അവൈലബിൾ ആണ്. അതിൻ്റെ സ്വിച്ചും ഹസാർഡിൻ്റെ സ്വിച്ചും അതേപോലെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള സ്വിച്ചെല്ലാം ഈ ഒരു കൺസോളിന് തൊട്ട് താഴെയായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ അത്യാവശ്യം നല്ലൊരു AC ഔട്ട്പുട്ട് നൽകുന്ന യൂണിറ്റ് തന്നെയാണ് കോമ്പസിൽ കൊടുത്തിരിക്കുന്നത്. അതും നമുക്ക് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ താഴെയായിട്ട് 2 AC വെൻസ് കാണാം. അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് വീണ്ടും നമുക്ക് ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളാണ് നമുക്ക് ഈ ഒരു വാഹനത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു AC ഔട്ട്പുട്ട് നൽകും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ സ്വിച്ച് ഗിയേഴ്സും കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും താഴേക്ക് വരുമ്പോൾ നമുക്ക് ചെറിയൊരു കമ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ഫോണൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. കാര്യം നമുക്ക് അവിടെ 2 ചാർജിങ് സോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ടൈപ്പ് സിയും നോർമൽ USB സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് അനായാസമായിട്ട് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മോഡൽ എസ്സിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ വയർലെസ് ചാർജിങ് അവൈലബിൾ ആണ്. പക്ഷേ ലിമിറ്റഡിൽ അൺഫോർച്ചുനേറ്റ്ലി വയർലെസ് ചാർജിങ് കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിലായിട്ട് ഗിയർ നോബ് കാണാൻ സാധിക്കും. ഗിയർ നോബ് വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ റിവ്യൂ ചെയ്യുന്ന പെട്രോൾ ഓട്ടോമാറ്റിക് ആണെന്നുള്ളത്. നമുക്ക് 7 സ്പീഡാണ് ഗിയർ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ട് നല്ലൊരു ഷിഫ്റ്റ് ഓഫർ ചെയ്യുന്ന ഒരു ഗിയർ തന്നെയാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമുക്ക് ഇലക്ട്രിക് പാർക്ക് ബ്രേക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മോഡൽ എസ്സിലും നമുക്ക് അതേപോലെ ലിമിറ്റഡിലും ഇലക്ട്രിക് പാർക്ക് ബ്രേക്സ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ കപ്പ് ഹോൾഡേഴ്സിൻ്റെ നടുക്കായിട്ടാണ് നമുക്ക് കീ വെക്കാനുള്ള ഒരു സ്ലോട്ട് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമുക്ക് കോമ്പസിൽ വരുന്ന കീ. ഈ കീയിലായിട്ട് തന്നെ നമുക്ക് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് തുറക്കാനുള്ള സ്വിച്ച് ഗിയറും ഈ ഒരു കീയിൽ തന്നെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് നമുക്ക് ഇൻടാക്റ്റ് ആയിട്ട് അവിടെ വെക്കാനൊരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നടുക്കായിട്ട് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ആംറസ്റ്റ് നമുക്ക് യൂട്ടിലിറ്റി കമ്പാർട്ട്മെൻറ്റായിട്ട് അതിൻ്റെ ഉൾഭാഗം ഉപയോഗിക്കാൻ സാധിക്കും. അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ളൊരു കമ്പാർട്ട്മെൻറ്റ് തന്നെയാണ്, അഡ്ജസ്റ്റബിളുമാണ്. അപ്പോൾ ഈ സീറ്റ്സിലേക്ക് വരുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റാണ്, പെട്ടെന്ന് അഴുക്കാവാൻ സാധ്യതയുണ്ട്. എന്നാലും നമുക്ക് അത്യാവശ്യം നല്ലൊരു സൈഡ് ബോൾസ്റ്റിങ്സും അതേപോലെ നല്ലൊരു thigh സപ്പോർട്ട് ഓഫർ ചെയ്യുന്ന സീറ്റ്സാണ്. അൺഫോർച്ചുനേറ്റ്ലി വെന്റിലേറ്റഡ് സീറ്റ്സ് അല്ല, നമുക്ക് ടോപ്പ് ഓഫ് ദ ലൈൻ ആയിട്ടുള്ള മോഡൽ എസ്സിൽ മാത്രമേ വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുള്ളൂ.
കോമ്പസിൻ്റെ സെക്കൻഡ് റോ സീറ്റ്സിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊരു സീറ്റിംഗ് പോസ്ചർ ഓഫർ ചെയ്യുന്ന സീറ്റാണ് 2021 അപ്ഡേറ്റഡ് കോമ്പസിലും വന്നിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കുന്ന ഈ ഒരു പൊസിഷനിൽ തന്നെ ഒരു എക്സ്റ്റൻഡഡ് തൈ സപ്പോർട്ട് എന്ന് തോന്നിക്കുന്ന രീതിയിൽ തന്നെ ആ ഒരു സീറ്റിൻ്റെ ലേ ഔട്ട് വന്നിരിക്കുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ദൂരെ യാത്ര ചെയ്താലും നമുക്കൊരു രീതിയിലും നമുക്കൊരു ക്ഷീണം തോന്നാത്ത രീതിയിൽ തന്നെ ആ ഒരു സീറ്റിൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ട്. കാര്യം ഈവൻ ആ ഒരു ലംബാർഡ് സപ്പോർട്ട് ആയാൽ പോലും അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള ലംബാർഡ് സപ്പോർട്ട് ഈ ഒരു സീറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. അതിന് പുറമെ നമുക്ക് നടുക്കായിട്ട് വലിയൊരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പേരാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഈ ഒരു ആംറസ്റ്റിൽ വരുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാത്ത രീതിയിൽ തന്നെ വളരെ സുഖമായിട്ട് ഇരിക്കാൻ സാധിക്കും. അതേപോലെ 2 കപ്പ് ഹോൾഡേഴ്സും ചെറിയൊരു നമ്മൾ ഫ്രണ്ടിൽ കീ വെക്കാൻ ഒരു സ്ലോട്ട് പറഞ്ഞ പോലെ ഇവിടെയും ചെറിയൊരു ഫോൺ വല്ലതും വെക്കാൻ ചെറിയൊരു സ്ലോട്ട് ഈ ഒരു ഏരിയയിലായിട്ട് ജീപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 2 അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ 3 കൊടുക്കായിരുന്നു. കാര്യം ഇതൊരു 5 സീറ്റർ വാഹനമായതുകൊണ്ട് സെൻട്രൽ പാസഞ്ചറിനും കൂടെ ഒരു ഹെഡ് റെസ്റ്റ് കൊടുക്കാമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ 2 ഹെഡ് റെസ്റ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതേപോലെ നമുക്ക് പാർസൽ ട്രേയും ഇവിടുന്ന് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പനോറമിക് സൺറൂഫും കൂടെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ബാക്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റ് കിട്ടുന്നുണ്ട്. അതേപോലെ സീറ്റിംഗിലേക്ക് വീണ്ടും വരുമ്പോൾ നമുക്ക് ഒരു 3ാമത്തെ ആൾ നടുക്കിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ട്രാൻസ്മിഷനുള്ള അത്രയ്ക്കും വലിയൊരു ഹമ്പൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ തെറ്റില്ലാതിരിക്കാൻ സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് ട്രാൻസ്മിഷൻ ടണലിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. സെക്കൻഡ് റോ പാസഞ്ചേഴ്സിനായിട്ടുള്ള 2 AC വെൻസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലും ചെറിയൊരു ക്രോം എലമെൻ്റ് എല്ലാം കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫാൻ സ്പീഡിൻ്റെ ഒരു ബ്ലോവർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയ റോട്ടറിയും ഈ ഒരു ഭാഗത്തും, ഈ ഒരു ഭാഗം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഒരു കൺസോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഒരു USB ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് ഒരു നോർമൽ USB ചാർജിങ് സോക്കറ്റാണ് വരുന്നത്. അത് കഴിഞ്ഞ് തൊട്ട് താഴെയായിട്ട് നമുക്ക് 12 വോൾട്ടിൻ്റെ ഒരു ആക്സസറി സോക്കറ്റും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. അപ്പം ചാർജിങ് പോയിൻറ്റ്സും ധാരാളം കൊടുത്തിട്ടുണ്ട്. കാര്യം ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ 1-2 സ്മാർട്ട് ഫോണൊക്കെ ഉള്ളതാണ്. അപ്പം ഇൻ കേസ് ഷോഫറാണ് ഈ ഒരു വാഹനം ഓടിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്രൈവറാണ് ഈ ഒരു വാഹനം ഓടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിലിരിക്കുന്ന ആൾക്ക് സുഖമായിട്ട് ഈ ഒരു പോർട്ട് യൂസ് ചെയ്ത് ഈ ഒരു നമുക്ക് ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്സ് ഒക്കെ ചാർജ് ചെയ്യാൻ സാധിക്കും. അതേപോലെ സ്കൂപ്ഡ് ഔട്ട് ആയിട്ടുള്ള സീറ്റ് ഫ്രണ്ടിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ലെഗ് റൂമിൻ്റെ കാര്യത്തിലും ഒരു രീതിയിലുള്ള പരാതിയില്ല. അതേപോലെ നമുക്ക് മാഗസീൻ ഹോൾഡറും ഈ ഒരു സീറ്റിൻ്റെ ബാക്കിലായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പം ശരിക്കും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സെക്കൻഡ് റോ തന്നെയാണ് 2021 നമ്മളുടെ കോമ്പസ് ഓഫർ ചെയ്യുന്നത്. കോമ്പസിൻ്റെ ടെസ്റ്റ് ഡ്രൈവിലേക്ക് വരുമ്പം എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് 1.4 പെട്രോൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ വളരെ റിഫൈൻഡ് ആയിട്ടുള്ള മോട്ടറാണ്. എന്നാലും നമുക്ക് ചെറിയൊരു ഹമ്മിങ് സൗണ്ട് നമുക്ക് ക്യാബിനിലേക്ക് കിട്ടുന്നുണ്ട്. എന്നാലും അത്യാവശ്യം പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാബിൻ തന്നെയാണ് നമുക്ക് പെട്രോൾ മോട്ടറിൽ ഈ ഒരു കോമ്പസ് ഓഫർ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഡീസലിൽ കണ്ടുവരുന്ന ഒരു ഡീസൽ ക്ലാറ്ററോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വൈബ്രേഷൻസോ കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്നില്ല. പക്ഷേ ചെറിയൊരു ഹമ്മിങ് സൗണ്ട് നമുക്ക് ക്യാബിനിലേക്ക് വരുന്നുണ്ട്. എന്നാലും വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ക്യാബിൻ തന്നെയാണ് നമുക്ക് പെട്രോൾ മോട്ടറിൽ വരുന്നത്. അതേപോലെ പവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീസലിനെക്കാട്ടി കുറച്ചും കൂടെ പവർ പെട്രോളിൽ കുറവാണ്. CCയിൽ തന്നെ വ്യത്യാസം വരുന്നുണ്ട്. നമുക്ക് ഡീസൽ വന്നിരിക്കുന്നത് 2 ലിറ്റർ മൾട്ടിജെറ്റ് എഞ്ചിനാണ്, ടർബോ മൾട്ടിജെറ്റ് എഞ്ചിനാണ് ഡീസലിൽ വന്നിരിക്കുന്നത്. പെട്രോളിൽ നമുക്ക് 1.4 ലിറ്റർ മൾട്ടി എയർ പെട്രോൾ ടർബോ മോട്ടറാണ്. അപ്പം ഈ ഒരു 1.4 ആണെങ്കിൽ പോലും നമുക്ക് 164 HP ആണ് ടോട്ടൽ പവർ വരുന്നത്. ഡീസലിന് 170 ആണ് വരുന്നത്. അപ്പം ഈ ഒരു 164 HP പവർ ആണെങ്കിൽ പോലും അത്യാവശ്യം വളരെ റിഫൈൻഡ് ആയിട്ട് നമ്മളൊന്ന് കാല് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കയറുന്ന രീതിയിൽ തന്നെയാണ് ഒരു എഞ്ചിൻ്റെ ട്യൂണിങ് വന്നിരിക്കുന്നത്. വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു മോട്ടറാണ്. അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. കാര്യം ഈ ഒരു വാഹനം കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഹാരിയർ ആയിട്ടൊക്കെയാണ്. അപ്പം അത്യാവശ്യം നല്ല കമ്പോസ്ഡ് ആയിട്ടും റിഫൈൻഡ് ആയിട്ട് തന്നെയാണ് ഈ ഒരു വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം അത്യാവശ്യം ബൾക്കി ആയിട്ടുള്ളൊരു വാഹനമാണെങ്കിൽ പോലും കോമ്പസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം സ്ത്രീകൾക്കായാൽ പോലും നമുക്ക് അനായാസമായിട്ട് ഒരു വാഹനം കൊണ്ടു നടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അത്യാവശ്യം നല്ലൊരു മെനൂറബിലിറ്റി ഓഫർ ചെയ്യുന്ന നല്ല ഫീഡ് ആൻഡ് റെസ്പോൺസ് ഉള്ള ഒരു സ്റ്റിയറിംഗ് കോളമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഏതൊരു കോൺസെപ്റ്റിൽ നോക്കുമ്പോഴും നമുക്കൊരു ഹാസൽ ഫ്രീ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഓഫർ ചെയ്യുന്ന ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു ജീപ്പിൻ്റെ പ്രോഡക്റ്റാണ് ശരിക്കും കോമ്പസ്. ഞാൻ നേരത്തെ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു വാഹനം ശരിക്കും ജീപ്പ് എന്ന് പറയുന്ന ബ്രാൻഡിന് ഇന്ത്യൻ മാർക്കറ്റിൽ കുറച്ചും കൂടെ ജനകീയമാക്കിയ വാഹനമാണ് ശരിക്കും കോമ്പസ്. നമുക്ക് ഗ്രാൻഡ് ചെറോക്കി അല്ലെങ്കിൽ വ്രാംഗ്ലർ എന്ന് പറയുന്ന വാഹനങ്ങൾ വളരെയധികം വിലയുള്ള പ്രീമിയം ആയിട്ടുള്ള SUVs ആണ്. അപ്പം ആ 2 വാഹനങ്ങൾ നമുക്ക് പെട്ടെന്ന് വാങ്ങാൻ സാധിക്കുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയ്ക്ക് പെട്ടെന്ന് നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന ഒരു വാഹനമല്ല. പക്ഷേ കോമ്പസ് ശരിക്കും ആ ഒരു ജീപ്പിൻ്റെ പ്രീമിയം എക്സ്പീരിയൻസ് ഇന്ത്യൻ കസ്റ്റമേഴ്സിന് അനുഭവിപ്പിച്ച ഒരു പ്രോഡക്റ്റും കൂടെയാണ് കോമ്പസ്. അപ്പോൾ ശരിക്കും നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസും സീറ്റിംഗ് പോസ്റ്റർ ഓഫർ ചെയ്യുന്ന വാഹനമാണ്. ഈവൻ ഇതൊരു 5 സീറ്ററാണ്. നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഇടയ്ക്ക് പറയുണ്ടായി 7 സീറ്റർ വേർഷൻ മെറീഡിയൻ ഉടൻ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ എത്തുന്നതായിരിക്കും. ചൈനയിൽ ഓൾറെഡി കമാൻഡർ എന്ന പേരിൽ ആ ഒരു വാഹനം ലോഞ്ച് ചെയ്യുണ്ടായി. അപ്പം മെറീഡിയനും കൂടെ വന്നു കഴിയുമ്പം ശരിക്കും ഗ്ലോസ്റ്ററിനും അതേപോലെ ഫോർച്യൂണറിനും ഒരു പെർഫെക്റ്റ് റൈവൽ തന്നെ ആയിരിക്കും ജീപ്പിൻ്റെ പുതിയ കോമ്പസിൻ്റെ 7 സീറ്ററായി വരാൻ പോകുന്ന മെറീഡിയൻ. അപ്പോൾ ഓൾദോ ഇതൊരു 5 സീറ്റർ മോഡലാണെങ്കിൽ പോലും നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ജേണിയൊക്കെ പോകാൻ വേണ്ടി സാധിക്കുന്ന രീതിയിൽ തന്നെ ഈ ഒരു വാഹനം ക്രമീകരിച്ചിട്ടുണ്ട്. 8 വേ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഡ്രൈവർ സീറ്റാണ് ശരിക്കും നമുക്ക് ഡ്രൈവർ സീറ്റ് 8 വേ അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. അപ്പം അതൊക്കെ അനായാസമായിട്ട് കൺട്രോൾ ചെയ്യാനൊക്കെ സാധിക്കും.
സസ്പെൻഷൻ്റെ കാര്യം എടുത്ത് പറയേണ്ട കാര്യമാണ്. കാര്യം ഇൻഡിവിജ്വൽ സസ്പെൻഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റെബിലൈസ് ചെയ്ത് നമുക്ക് ആ ഒരു റോഡ് കണ്ടീഷൻസ് മനസ്സിലാക്കി വണ്ടിയുടെ സസ്പെൻഷനൊക്കെ ട്യൂൺ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം കൂടി നമുക്ക് പുതിയ കോമ്പസിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഈ ഒരു ക്യാബിനിലൊരു ഒരു പോസിറ്റീവ് വൈബ് നൽകുന്ന ഈ ഒരു പനോറമിക് സൺറൂഫ് തന്നെയാണ്. ഞാൻ നേരത്തെ റിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ലിമിറ്റഡ് ഇൻറ്റീരിയർ വരുന്നത് ഈ ഒരു ടാനും ബീജ് അല്ല ഒരു വൈറ്റ് കോമ്പോയിൽ വരുന്നുണ്ട്. അത്യാവശ്യം ഒരു എയറി ആയിട്ടുള്ള ക്യാബിൻ തന്നെയാണ്. അത് കുറച്ചും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പനോറമിക് സൺറൂഫും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സൺറൂഫ് നമുക്ക് ആക്ച്വലി സിംഗിൾ ടാപ്പിൽ തുറക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ഒരു സൺറൂഫ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം നല്ലൊരു എയറി ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പം അത്യാവശ്യം തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൺറൂഫ് തുറന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ എയർ സർക്കുലേഷനൊക്കെ ഈ ഒരു ക്യാബിനുള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സെൻട്രൽ കൺസോളിലേക്ക് വരാം. നമ്മൾ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. എന്നാലും ഈ ഒരു സെൻട്രൽ കൺസോൾ എന്ന് പറയുന്നത് ശരിക്കും വളരെ പ്രീമിയമായിട്ടും വളരെ പോഷായിട്ടാണ് ഈ ഒരു വാഹനത്തിന് സെൻട്രൽ കൺസോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10.1 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഓഡിയോ ഔട്ട്പുട്ട് നൽകുന്ന യൂണിറ്റും കൂടെയാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമുക്ക് AC കൺട്രോൾസ് വരുന്നത്. അത്യാവശ്യം എന്താ പറയുക, നല്ലൊരു കൂളിംഗ്, പെട്ടെന്ന് തന്നെ ഈ ഒരു ക്യാബിൻ കൂൾ ആവുന്നുണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യമാണ്. ഒരു ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ജീപ്പ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിലിരിക്കുന്ന പാസഞ്ചേഴ്സിനായാലും പെട്ടെന്ന് തന്നെ ഈ ഒരു ക്യാബിൻ വളരെ നല്ല രീതിയിൽ കൂളാവുന്ന രീതിയിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഒരു എന്താ പറയുക, ഒരു പ്രീമിയം ലക്ഷറി പാക്കേജ് തന്നെയാണ് ഈ ഒരു പ്രൈസ് ടാഗിൽ ഈ ഒരു വാഹനം എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് 2021 ജീപ്പ് കോമ്പസ് ലിമിറ്റഡിൻ്റെ ഡ്രൈവിംഗിലെ വിശേഷങ്ങൾ. ഡ്രീം ഡ്രൈവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് 2021 ജീപ്പ് കോമ്പസ് ലിമിറ്റഡ് ആണ്. ശരിക്കും വളരെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ ജീപ്പ് കോമ്പസ്. ശരിക്കും കോമ്പസ് കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മളെ ടാറ്റ ഹാരിയറും നമുക്ക് വേണമെങ്കിൽ സഫാരിയും പറയാം. കാര്യം സഫാരി 7 സീറ്ററാണ്. പക്ഷേ നമുക്ക് ഉടൻ തന്നെ ജീപ്പിൻ്റെ ഒരു 7 സീറ്റർ കോൺഫിഗറേഷനിൽ വരുന്ന മെറീഡിയൻ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഉറപ്പായിട്ട് നമുക്ക് ആ ഒരു വണ്ടി റിവ്യൂ ചെയ്യാം. എന്നാലും നമുക്ക് സഫാരിയായിട്ടും വേണമെങ്കിൽ ഈ ഒരു വാഹനം കോമ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. കാര്യം സഫാരിയിലും ഹാരിയറിലും വരുന്ന സെയിം 2 ലിറ്റർ മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിൻ തന്നെയാണ് നമുക്ക് കോമ്പസിൽ വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്തത് 2 ലിറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റാർട്ടിംഗ് അല്ലെങ്കിൽ ബേസ് മോഡലായ സ്പോട്ടിൻ്റെ പ്രൈസ് വരുന്നത് 17.79 lakhs ആണ്. എക്സ് ഷോറൂം പ്രൈസ് സ്റ്റാർട്ടിംഗ് വരുന്നത്. ഇതൊരു അപ്രോക്സിമേറ്റ് പ്രൈസാണ്, ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രൈസ് അല്ല. അത് കൂടാതെ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്ത ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ്റെ പ്രൈസ് വരുന്നത് 23.39 lakhs ആണ്. ശരിക്കും ഈ ഒരു പ്രൈസ് ടാഗിൽ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് വളരെയധികം കംഫർട്ടബിളും അതേപോലെ വളരെയധികം പ്രീമിയം ആയിട്ടുള്ള ഒരു SUV തന്നെയാണ് ജീപ്പ് കോമ്പസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ റിവ്യൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം മറ്റൊരു പുതിയ വാഹനവും വാഹന ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും ഡ്രീം ഡ്രൈവിലൂടെ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.